ഹലോ ഗെയ്സ്, എല്ലാവർക്കും ഒരു പുതിയ കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബർദുബായിലേക്കാണ്. ഞാൻ ഒറ്റക്കല്ല വന്നിരിക്കുന്നത്, എൻ്റെ ഫ്രണ്ട് രേഷ്മയുണ്ട്, രേഷ്മയുടെ മമ്മിയുണ്ട്. മമ്മി ഇനി 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. മമ്മിയുടെ വിസ എക്സ്പയറി ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞാലും മമ്മി തിരിച്ച് നാട്ടിലേക്ക് പോണേന്. പിന്നെ അതുപോലെ തന്നെ മമ്മിക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബർദുബായ് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബർദുബായിയുടെ വിശേഷങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെന്നതെന്ന് ചോദിച്ചാൽ ബർദുബായിയുടെ ബോട്ടിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷം തന്നെ ആദ്യം കാണാം. പക്ഷെ നമ്മുടെ ഡ്രസ്സിന്റെ സെയിം പോലെ തോന്നുന്നു. അമ്പലത്തിന്റെ കുറച്ച് അടുത്തായിട്ടായിരുന്നു ഞങ്ങളുടെ കമ്പനി അക്കോമഡേഷൻ. അവിടുന്ന് ഞങ്ങള് ഈവനിങ് ആകുമ്പോ 1 month ട്രെയിനിങ് ആയിരുന്നു. ഈവനിങ് ഞങ്ങള് നടക്കാൻ ഇറങ്ങും. ആ സൈഡ് അമ്പലത്തിന്റെ അവിടെ ഇങ്ങനെ നടക്കാൻ ക്രീക്ക് ഏരിയ ആണ്. ആ പുഴ കായല എന്താ പറയണ ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഞങ്ങള് നടക്കാൻ പോകും. എന്നിട്ട് ഞങ്ങള് ഒരു വട്ടം നമ്മള് ഗ്യാങ് എല്ലാരും കൂടെ ഒരു വട്ടം അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നിരുന്നു, ഒരു വട്ടം ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് പോയിരുന്നു, ഒരു വട്ടം അങ്ങനെ വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ അപ്പുറത്തോട്ട് ഇറങ്ങണേ നല്ലതെന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡില്ലേ അമ്മ ആദ്യമായിട്ടാണ് ഈ ഏരിയ വന്നത്. ഇത് അമ്മക്ക് ആദ്യമായിട്ടാണ്. നീ വന്നിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നിക്കൂടലും നീ ഒന്നിക്കൂടലും വട്ടം എന്തായാലും വന്നിട്ടുണ്ട്. ഇനി കൊച്ചിന്ന് പറഞ്ഞാൽ വണ്ടി ബ്രോഡ്, കറക്റ്റ് ബ്രോഡ്. ആ ഏരിയ വരുന്നുണ്ടല്ലോ, കൊച്ചിയില്ല മറ്റേ ചൂട്ടോണില്ല മട്ടാഞ്ചേരിയുടെ. അത് മാത്രല്ല ബ്രോഡ് ആണ് കറക്റ്റ്. ഒരു ഏരിയ പോകൂലേ കറക്റ്റ് ബ്രോഡാ. നമ്മൾ ഫ്രണ്ടിലായിരിക്കും, നമ്മൾ ബാക്കിലായിരിക്കും. ദുബായ് ക്രീക്ക് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു അബ്ര. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായ് ക്രീക്കിന് കുറുകെ ആളുകളെ എത്തിക്കാൻ അബ്രകൾ ഉപയോഗിക്കുന്നു. ബർദുബായ് ഭാഗത്തുള്ള ഷിന്തക അൽ ഗുബൈബിയിലെ വാട്ടർ സ്റ്റേഷനും ദേര ഭാഗത്തുള്ള അൽ സഖിയിലെ വാട്ടർ സ്റ്റേഷനും ഇടയിലാണ് അവ സഞ്ചരിക്കുന്നത്. അബ്രകൾ ഏതാനും മിനിറ്റുകൾ കൂടുമ്പോൾ പുറപ്പെടും. നിരക്ക് 1 ദിർഹം മാത്രമാണ്. അത് ഫെറി ഡ്രൈവർക്ക് ഡയറക്റ്റ് നമ്മൾ നൽകിയാലും മതി. അപ്പോൾ എന്തായാലും ദുബായിലുള്ളവരും ദുബായിൽ വന്നവരും എന്തായാലും അബ്ര യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്തായാലും. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് കുറഞ്ഞ ഒരു ടൂറിസ്റ്റ് പ്ലേസുമാണിത്. കാരണം എന്ന് വെച്ചാൽ 1 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബോട്ടിംഗ് യാത്ര തന്നെ ആസ്വദിക്കാൻ പറ്റും. ഇതൊരു പരമ്പരാഗത ബോട്ടാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായ് ക്രീക്കിലൂടെ ആളുകളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു തടി ഫെറി ബോട്ടാണിത്. അല്ല, നമ്മൾ ആദ്യം ഗോൾഡ് സിറ്റിയിൽ പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് അവിടുന്ന് ബോട്ട് കയറിയിട്ട് ഇപ്പുറത്തെ സൈഡ് ഓൾഡ് സൂക്കെന്ന് കണ്ടാണ് ഇവിടെ ബോർഡ് വെച്ചേക്കണത്. ഞങ്ങള് ഫ്രണ്ട്സ് പറയണ എന്താന്നറിയോ, ഇത് ഞങ്ങളുടെ ക്രീക്ക് എന്നാണ് ഞങ്ങള് പറയണത്. എന്താ നിങ്ങളുടെ ക്രീക്ക് എന്ന് പറയാൻ കാരണം എന്താ? വെള്ളമുള്ള ഏരിയ ക്രീക്ക്. ഫ്രണ്ട്സ് ഞങ്ങള് ക്രീക്ക് എന്നാണ് ഞങ്ങള് പേരിട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നേരിയ പർച്ചേസിങ്ങിലേക്കാണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓൾറെഡി മമ്മിക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഈ ഏരിയയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഉള്ളതെന്ന് വെച്ചാൽ കുറേ ആൻറ്റി കളക്ഷൻസും ഞാൻ ഇതുവരെയും കാണാത്ത ഒരുപാട് കളക്ഷൻസും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഓൾറെഡി കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ ഒന്ന് കാണുകയും ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യാമെന്നും പറഞ്ഞാണ് ഇവിടെ വന്നത്. അപ്പം നോക്കിയപ്പോൾ ദുബായിയുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഓരോ പരമ്പരാഗതമായിട്ടുള്ള ഒരു കളക്ഷൻസ് പോലും ഇവിടെ നമുക്ക് കാണാം. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാൽ അതിൻ്റെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഇത് മനസ്സിലാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഈ ദുബായിൽ വന്നെയാണെങ്കിൽ ബർദുബായിലേക്ക് എന്തായാലും നിങ്ങൾ എന്തായാലും എത്തിയിരിക്കണം. ചെറിയൊരു സ്ഥലമല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ഷോപ്പുകളാണുള്ളത്. 1-2 ഷോപ്പുകളല്ല, നിറച്ച് ഷോപ്പുകളാണ്. അത് മൊത്തം ആൻറ്റിക് ഐറ്റംസും. നോർമൽ സ്റ്റോൺ ആണ്, നോർമൽ സ്റ്റോണിൽ എനിക്ക് തോന്നണതില് ഗോൾഡ് അല്ലല്ല. കണ്ട അപ്പൊ കൂട്ടി പറഞ്ഞിട്ട് അല്ല, അത്രയും നല്ല കല്ലാണെങ്കിൽ അത്രയും കുറച്ച് കിട്ടൂല. കൊച്ചിയിലും അങ്ങനെ പറയും. പിന്നെ കൊച്ചിക്കാരാണെങ്കിൽ
പക്ഷെ നല്ല വെയിറ്റ് കടിയിന് ഓരോന്നൊക്കെ ഇത് അങ്ങനെ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്നു പോകുമ്പോഴാണ് വേറൊരു സംഭവം കാണുന്നത്. അതായത് നമ്മുടെ സാൻഡാട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത്. സാൻഡാട്ടിൻ്റെ സെക്ഷനിലെ അവിടെ നമ്മൾ നിന്നായിരുന്നു. അവിടെ നോക്കി നിൽക്കുമ്പോഴാണ് പുള്ളിയുടെ ഒരു നല്ലൊരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണമെന്ന് വെച്ചാൽ പുള്ളി നമ്മളെ നേരിട്ട് അങ്ങനെ വിളിച്ചിട്ട് കാണാനായിട്ട് വിളിച്ചായിരുന്നു എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യണമെന്ന്. ഇപ്പോൾ ബോട്ടിലൊക്കെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അത് നമ്മൾ വിചാരിക്കും പിക്ചറാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പെയിൻറ്റിങ് ആണെന്ന് വിചാരിക്കും ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പുള്ളി എനിക്ക് മേക്ക് ചെയ്യണ കാണിച്ചു തന്നല്ല, ഞങ്ങൾ തന്നെ അതിശയപ്പെട്ടു പോയി. അതായത് ഈ ഒട്ടകത്തിനെ തന്നെ മേക്ക് ചെയ്യണ സീനൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിയ ശരിക്കും പറഞ്ഞാൽ. ക്യാമറയിലൂടെ എത്ര നിങ്ങൾക്ക് വ്യക്തമാവണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ എന്ന് വെച്ചാൽ ഈ ഒട്ടകത്തിൻ്റെ കാലാണ് പുള്ളി ക്രിയേറ്റ് ചെയ്യണത്. നിങ്ങൾ കണ്ടില്ലായിരുന്ന ഒട്ടകത്തിൻ്റെ കാല് ക്രിയേറ്റ് ചെയ്ത സീൻ കണ്ടില്ലായിരുന്ന? രണ്ടൊരു ഇത് ട്യൂബ് വഴി ഇതാക്കിയപ്പോൾ തന്നെ കാല് ക്രിയേറ്റ് ചെയ്ത്, അതും ഭയങ്കര നാച്ചുറലായിട്ട് തന്നെ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്യൂല അതേപോലെ തന്നെ വന്നായിരുന്നു. പുള്ളീനെ സമ്മതിക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇവർക്ക് പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്. എന്നാലും നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു അതിശയം തോന്നും. ഞാൻ ദുബായി വന്നതിന് ശേഷം ആദ്യമായിട്ട് കാണുന്ന ഒരു ആർട്ടാണ്, ഒരു വെറൈറ്റി ആർട്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടായില്ലേ എന്ന് എനിക്കറിഞ്ഞൂടെ, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കലാകാരനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പലതരത്തിലുള്ള ബോട്ടിലുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പം നമ്മൾ ഇഷ്ടമുള്ളവരൊക്കെ ഇതിൽ വാങ്ങിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് വൺ കോമഡി തന്നെയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു. ഞാനും രേഷ്മയും ചെന്ന് ഡിന്നറിനൊക്കെ റേറ്റൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് പോയി മമ്മീനോട് പറയണ സീനാണ്. പൊന്നെ അടിപൊളി സീൻ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാലത്. ഒരാൾക്ക് 400 ദിർഹം എന്ന് പറയുമ്പോ ഒരു ഡിന്നർ 400 എന്ന് പറയുമ്പോ ഇന്ത്യൻ മണി എത്രയായി മമ്മി? എത്ര? ഒരു നേരത്തെ ഡിന്നർ, ഒരു ഡിന്നറിന്റെ റേറ്റ് ചോദിച്ചതാണ് 400 ദിർഹം അല്ലേ? ഇന്ത്യൻ മണി എത്രയായി? കാൽക്കുലേറ്റർ വേണമല്ലോ. വെറും ഒരു ഡിന്നറിന് 9000 റുപ്പീസ് ഇന്ത്യൻ മണി വരുന്നുണ്ട്. പർച്ചേസൊക്കെ നമ്മുടെ ഒരുവിധം കഴിഞ്ഞായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു പ്ലേസ് വന്നത്. ഇതൊരു ഇവിടുത്തെ ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. കുറേ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ ഇരിക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പം നമ്മളും ഈ സ്ഥലത്തേക്ക് മമ്മീനെയും കൊണ്ട് വന്നേക്കണേണ്. അപ്പോൾ ഈ സ്ഥലം ഒന്ന് കണ്ടു നോക്കിയിരുന്നു. അടിപൊളി വൈബാണ് ഇവിടെ. ഇതിൻ്റെ തൊട്ടപ്പുറത്തും നല്ല അടിപൊളി വൈബാണ്. അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും. ഇഷ്ടപ്പെട്ട ഞാനിവിടെ വന്നിട്ടുണ്ട്. ഒന്നൊന്നുമില്ല, ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. പിന്നെ പണ്ട് കാലത്ത് ഇതായിരുന്നു ഇവിടുത്തെ ശരിക്കും പറഞ്ഞ സാധാരണ അറബികളൊക്കെ ഉണ്ടാവില്ല, പണ്ടത്തെ അറബികളൊക്കെ ഇതൊക്കെ ഓടിച്ചിട്ട് മറ്റേ മത്സ്യബന്ധനത്തിനൊക്കെ പോണ ശരിക്കും പറഞ്ഞ ഈ ബോട്ടിലൊക്കെ ആയിരുന്നു ട്രാവലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. പണ്ട് നമ്മുടെ വികസനം വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാല് ഇതൊക്കെയാണ് എന്റർടൈൻമെന്റ്. നമുക്ക് പോണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇപ്പുറത്തുനിന്ന് ഇക്കരയിന്ന് അക്കരയിലേക്ക് പോണെങ്കിൽ ഒരു ദിർഹമാണ് ഇവിടെ. അക്കര ഒന്ന് കാണിച്ചു കൊടുത്ത ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ടൂറിസ്റ്റുകളാണ് മൊത്തം വന്നതില്. നല്ല തിരക്കാണ്, എല്ലാവരും ഈ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ ഫ്ലൈറ്റ് കണ്ട, ഇതിന്റെ മേളിൽ കൂടി തന്നെ ഫ്ലൈറ്റും പോണം. ഫ്ലൈറ്റ് കാണാൻ പറ്റണ്ട. വർഷം മുമ്പ് ഈ സ്ഥലം എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടില്ല. നേരത്തെ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടില്ല. ഫേസൊക്കെ ക്യാമറയിലേക്ക്
മരുഭൂമിയല്ല, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ഒരു ഹാർബർ പോലത്തെ അങ്ങനത്തെ ഒരു ഇവിടെ അല്ലേ. ക്യാഷ് ഓൺലി. ഓക്കെ, ക്യാഷ് അല്ലേ പെട്ടെ ഒരു തരം പോയാ അതിലോട്ട് പുഷ് ചെയ്തേ. ആ അബ്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലമാണ് കേട്ടോ, ഈ ഒരു ഭാഗമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഹെറിറ്റേജ് ലുക്കുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് സ്ഥലവും ഇത് തന്നെയാണ്. ഇവിടുത്തെ കാഴ്ചകളുമാണ്. ഞാൻ എന്തായാലും ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നല്ല രസമുണ്ടാ, ക്യാമറ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ വന്നിട്ടുണ്ട് കേട്ടാ, എന്നെ അങ്ങോട്ട് കളിക്കാൻ കൊണ്ട് എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും പറയണത്. നീ ഏതാ? അടിപൊളി സ്ഥലമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു പ്ലേസ് കണ്ടേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിൻ മട്ടാഞ്ചേരിയിലൊരു പ്ലേസ് ഉണ്ട്. അവിടുത്തെ ബ്രിട്ടീഷുകാർ പണിത കുറേ ബിൽഡിങ്ങുകളുണ്ട്. അതൊരു പഴയതാണ്, ആൻറ്റിക്ക് പോലത്തെ ഒരു നമ്മുടെ പഴയ കാലത്തൊരു ഏരിയ ഞാൻ കണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് മൊത്തത്തിലുള്ളത്. അമ്മ അവിടെ ഇരിപ്പുണ്ടോ? അമ്മ അവിടെ അമ്മക്ക് വെള്ളക്കരി കൂട്ടുന്നത് അവിടെ ഒന്നുമില്ല. അങ്ങനെ രേഷ്മനെ കൊണ്ട് അടിപൊളി 2-3 ഫോട്ടോസൊക്കെ അങ്ങോട്ട് ഇടിപ്പിച്ചായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ എടുത്തായിരുന്നു കേട്ടോ പുള്ളിക്കാരി. അങ്ങനെ നമ്മൾ കുറച്ച് സ്ഥലവും കൂടി കവർ ചെയ്യാനുണ്ട്. ഇതിൻ്റെ നേരെ തന്നെ അടിപൊളി പ്ലേസും കൂടി ഉണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ട് നേരെ ഒരു റൗണ്ട് പോലെയാണ് ഇത് ശരിക്കും അത്. ഇതിലേക്കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ നമുക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തന്നെ നടത്തും. ഇവിടുത്തെ ബിൽഡിങ്ങുകളും ഡോറുകളും കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടു കാണുമായിരിക്കും. കൊച്ചിയിലുള്ളവർ പ്രത്യേകിച്ച് കണ്ടു കാണുമായിരിക്കും. നമ്മുടെ അവിടുത്തെ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മട്ടാഞ്ചേരിയിൽ ബ്രിട്ടീഷുകാർ പണിതേക്കുന്ന ഡോറുകളും ആ ഭാഗത്തൊരു പഴയ തരം ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ബ്രിട്ടീഷുകാർ പണിതതാണ്, അതായത് കുമ്മായമൊക്കെ വെച്ചിട്ട് പണിത്. അതേപോലത്തെ ഒരു ഇതിൻ്റെ കുമ്മായമാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതേപോലത്തെ അത് ഗൾഫിലെ പണ്ടത്തെ അറബികൾ പണിത ഒരു ഇതാണിത്, സംഭവമാണിത്. അതേപോലെ തന്നെ ഡോറ് കണ്ട ഡോറും ഇതാ പലകയുടെ ഡോറിന് ഇത് എന്താ തുറന്നിരിക്കണ്ട്. ഇപ്പൊ എന്താന്ന് അറിഞ്ഞൂടെ അതിൻ്റെ ഉള്ളിൽ ലോക്കെന്തോ നടന്നു തുറന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ ആന്റിക് പീസുകളാണ് മട്ടാഞ്ചേരിയിലുണ്ട് കൂടുതലായിട്ട്. പിന്നെന്താണ് പറയാനുള്ളത്? പിന്നെ അടിപൊളി സ്ഥലങ്ങളാണ് അല്ലേ. വണ്ടി പിടിക്കും. നിന്നേടാ നിന്നെയാണ്
How much? ഇതെന്താന്നറിയാമോ? ഇത് നമ്മുടെ ബോട്ടുകളൊക്കെ അല്ല, അതല്ല, ബോട്ടുകളൊക്കെ പങ്കായം. പക്ഷെ ഇത് വലുതാണ്. ഇവിടുത്തെ ബോട്ടുകളൊക്കെ കണ്ടല്ല, അതേപോലത്തെ ഒരു വേറൊരു ടൈപ്പ്. നമ്മുടെ അവിടെയൊക്കെ ഇത്ര വലുതെന്ന് തോന്നുന്നത്. പണ്ടത്തെ ഒരു പങ്കായം ഉണ്ട് ഇത്. അതേപോലെ തന്നെ ഇതെന്താണെന്ന്, ഇതും അങ്ങനത്തെ തന്നെയാണെന്ന് തോന്നുന്നു, തുഴയാനായിട്ട് ഉപയോഗിക്കണേണെന്ന് തോന്നുന്നത്. ഇപ്പൊ രണ്ടും ഒരു വെറൈറ്റി ആന്റി കളക്ഷനാണ്. ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കാണാനായിട്ട് വെച്ചേക്കണ ഒരു സംഭവം തന്നെയാണിത്. പിന്നെ ഇവിടുത്തെ ബിൽഡിംഗ് ഉണ്ടാകും, ഇതൊരു തരം മണ്ണാണ്. മണ്ണെന്ന് വെച്ചാല് ഇതിലേക്ക് ഭയങ്കര പശപ്പുണ്ടാവണ മണ്ണാണ്. അങ്ങനത്തെ ഒരു മണ്ണാണ്. നല്ല ഡോറല്ലേ? ഇതിന്റെ തടിയൊക്കെ ഭയങ്കര അടിപൊളി തടിയായിരിക്കും. ഇവിടൊന്നും ആരും ഇങ്ങനെ ഒരു പണിയാറൊന്നുമില്ല. എല്ലാം ആർട്ടിഫിഷ്യലാണ്. ഇപ്പൊ ദുബായിലൊക്കെ പ്രത്യേകിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു രേഷ്മ ഇന്നത്തെ ഡേ? സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു? കണ്ട സ്ഥലം ഒന്നും ഒരുപാട് പ്രാവശ്യമായല്ല പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, അതായത് നിനക്കൊരു ചിന്താഗതിയുണ്ട്. കാരണം എന്ന് വെച്ചാല്, ഞാനിങ്ങനെ കണ്ട സ്ഥലം നിങ്ങൾ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന പോലെയാണ് നീ ഉദ്ദേശിക്കുന്നത്. അതാണ് നീ 5-6 വർഷമായി രേഷ്മ ഇവിടെ ദുബായിലുണ്ടായിരുന്നു. ഞാനൊരു 2 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് രേഷ്മ ഇങ്ങനെ പറയണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇന്റർവ്യൂ എടുത്താലോ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഇവിടുത്തെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര സൈലൻസ് ഉള്ള ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ പുറത്ത് നോക്കുമ്പോൾ നമ്മൾ പണ്ടുള്ള ഫിലിമിലൊക്കെ കണ്ടിട്ടില്ല, കോട്ടകളൊക്കെ കണ്ടിട്ടില്ല, അതേപോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നാറുള്ളത്. ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂവും അടിപൊളിയാണ്. കൂടുതൽ ലൈറ്റും കൂടി, ഇത്തിരി കൂടി നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ലൈറ്റുകളൊക്കെ തെളിയും ഇവിടെ. അപ്പോൾ ഒരു അതിമനോഹരമായ കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഇതിൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.